Good morning. Good morning. Good morning, ma'am. Okay, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തിരുന്നു? ഫങ്ഷൻസിന്റെ 5th പോയിന്റ് വരെ. ഫിഫ്ത് പോയിന്റ് വരെ എടുത്തു അല്ലെ? അവിടെ വരെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത്രയും എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? അവിടെ വരെ ക്ലിയർ ആണോ? ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസിൽ നമ്മൾ 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർ ആണോ എന്ന് മിസ് ചോദിക്കുന്നേ, കേൾക്കുന്നില്ലേ? ഒന്ന് റിപ്ലൈ ചെയ്തേ. Okay. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ബാക്കി ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ 5 പോയിന്റ്സ് മാത്രമല്ല ഫങ്ഷൻസിൽ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നത്. അപ്പൊ ഫസ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് പേജിലെ ഫസ്റ്റ് വൺ ആണ് map out major rules, regulations and procedures and ensure their implementation. അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങള്, നിയന്ത്രണങ്ങള്, നടപടിക്രമങ്ങള് മുതലായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, രൂപപ്പെടുത്തുകയും and ensure their implementation. ഈ പറയുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, ഈ നിയന്ത്രണങ്ങളാണെങ്കിലും നടപടിക്രമങ്ങളാണെങ്കിലും കൃത്യമായിട്ടത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. അടുത്തതായി പറയുന്നത് make sure that rules formulated are in with the hospital policies. ഇങ്ങനെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് ഹോസ്പിറ്റൽ പോളിസിയിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് is accountable for good employer employee relation. ആ ഒരു സ്ഥാപനത്തിലെ ഹോസ്പിറ്റലിലെ എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി കൂടിയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങള്, നിയന്ത്രണങ്ങള്, നടപടിക്രമങ്ങൾ മുതലായവയൊക്കെ രൂപപ്പെടുത്തുകയും ഇവ എല്ലാം ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. രണ്ടാമത് പറയുന്നത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഈ റൂളുകള് കൃത്യമായിട്ട് ഹോസ്പിറ്റൽ പോളിസികളുടെ ഭാഗമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത് പറഞ്ഞത് ഗുഡ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻ. ഒരു സ്ഥാപനത്തില് എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് hospital administrator. Then next നോക്കാം, works attentively with other executives in the hospital like the medical superintendent, nursing superintendent. മെഡിക്കൽ സൂപ്രണ്ടന്റ്, അതുപോലെ നഴ്സിംഗ് സൂപ്രണ്ട് മുതലായിട്ടുള്ള മറ്റ് എക്സിക്യൂട്ടീവുകളുമായി നല്ല രീതിയിൽ അവരോട് ശ്രദ്ധയോട് കൂടി അവരുമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. Then make sure that all departments function in a smooth and efficient manner. അവിടെയുള്ള ആ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ല സുഗമമായിട്ടും കാര്യക്ഷമമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Then act as an official representative of the hospital. ഹോസ്പിറ്റലിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായി പ്രവർത്തിക്കുക. നെക്സ്റ്റ് പറയുന്നത് സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ദ ഗവേണിംഗ് ബോഡി. ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. Then donate to TVC ആനുവൽ ബഡ്ജറ്റ്. നമ്മുടെ ആനുവൽ ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ നടത്തും.
നടത്തുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡൊണേഷൻസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ആര് കൊടുക്കണം? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണം. ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്ലാനിങ് നടത്തുന്നു അല്ലെങ്കിൽ ഒരു ആസൂത്രണം നടത്തുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരൊരു കോൺട്രിബ്യൂഷൻ പോലെ ഒരു സംഭാവന പോലെ നൽകുകയും ചെയ്യണം. എന്തൊക്കെയാണ് പറഞ്ഞത്? വർക്ക് അറ്റൻറ്റീവ്ലി വിത്ത് അതർ എക്സിക്യൂട്ടീവ്സ്, അതായത് ഹോസ്പിറ്റലിലെ മറ്റ് മെഡിക്കൽ എക്സിക്യൂട്ടീവുകളായിട്ടുള്ള മെഡിക്കൽ സൂപ്രണ്ട് ആവാം, നഴ്സിംഗ് സൂപ്രണ്ട് ആവാം, ഇവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യുക. രണ്ടാമത് പറഞ്ഞത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നന്നായിട്ട് വളരെ സുഗമമായിട്ടും കാര്യക്ഷമമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഹോസ്പിറ്റലിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായി നിന്ന് പ്രവർത്തിക്കുക. ആനുവൽ റിപ്പോർട്ടുകൾ ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ ഭരണസമിതിക്ക് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആനുവൽ ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിൽ മതിയായിട്ടുള്ള സംഭാവനകൾ നൽകുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസിലാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു മൊത്തത്തിൽ നമുക്ക് വേഗം ഒന്ന് പറയാം കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നൽകണം. അല്ലെ? സ്റ്റാർട്ട് ചെയ്തോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചാപ്റ്റർ? സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, പറഞ്ഞു വെച്ചോളൂ അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക. ഹോസ്പിറ്റൽസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക. അതുപോലെ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുക, അത് നടപ്പിലാക്കുക. അതുപോലെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും എത്തിക്സും എല്ലാം അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഹോസ്പിറ്റലിന്റെ ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രതിനിധിയായി പ്രവർത്തിക്കുക. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഗവൺമെന്റ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഹോസ്പിറ്റൽ പാലിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി നോക്കി നടത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫംഗ്ഷനാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എന്താണ്? ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുക. അതുപോലെ തന്നെ ഓരോ സ്റ്റാഫുകളും അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും ആ ഹോസ്പിറ്റലിന്റെ മിഷൻ, വിഷൻ, ഒബ്ജക്റ്റീവ് മുതലായ കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ മാനേജ്മെന്റ് നൽകുന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നെക്സ്റ്റ് പറഞ്ഞത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ കൃത്യമായി രൂപകൽപ്പന ചെയ്യുകയും അല്ലെങ്കിൽ രൂപീകരിക്കുകയും അത് ആ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉറപ്പുവരുത്തുകയും ചെയ്യുക. അടുത്തത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ രൂപീകരിച്ചിട്ടുള്ള റൂൾസ് എല്ലാം ഹോസ്പിറ്റൽ പോളിസീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ആ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് അവിടുത്തെ മറ്റ് എക്സിക്യൂട്ടീവുകളുമായിട്ട് ഒരു മെഡിക്കൽ സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് മുതലായിട്ടുള്ള മറ്റ് എക്സിക്യൂട്ടീവുകളുമായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ സുഗമമായിട്ടും കാര്യക്ഷമമായിട്ടുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ആ ഹോസ്പിറ്റലിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായി നിന്ന് പ്രവർത്തിക്കുകയും ആനുവൽ റിപ്പോർട്ടുകൾ ഭരണസമിതിക്ക് സബ്മിറ്റ് ചെയ്യുകയും ആനുവൽ ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിൽ ആവശ്യമായിട്ടുള്ള സംഭാവനകൾ നൽകുകയും ചെയ്യുക. ഇത്രയും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി.
വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട സവിശേഷതകളാണ് താഴെ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അതിൽ ഒന്നാമത്തത്, നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫങ്ഷൻസും ചോദിക്കാറുണ്ട്, ക്യാരക്ടേഴ്സും ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻക്ലൂഡഡ് ആയിട്ട് ഇത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഇത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. കാരണം ഇതെല്ലാം പോയിന്റ് വൈസ് ആയതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരിക കേട്ടോ. നോക്കി, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട സവിശേഷതകൾ. അതിൽ ഒന്നാമത്തത്, മസ്റ്റ് ഷോ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്. അവര് ജോലിയിൽ നല്ല കഴിവ് പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും അല്ലെ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അവരുടെ ചെയ്യുന്ന ജോലിയിൽ നല്ലൊരു കഴിവ് പ്രകടിപ്പിക്കുന്ന ആളായിരിക്കണം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ഓർഗനൈസേഷൻസ് ആൻഡ് സ്റ്റാഫ്സ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്സ്. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യകതകളോ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള സെൻസിറ്റീവ് ആണ്, അതിനനുസരിച്ച് പ്രതികരിക്കാനുമുള്ള ഒരു കഴിവ്. ഇപ്പൊ അവരുടെ സ്റ്റാഫിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ സ്റ്റാഫിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു ആവശ്യകത വന്നു, അതെന്താണെന്ന് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ഒരു പരിഹാരം കണ്ട് ഒരു പ്രതികരണം നടത്താനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത്, capacity to foresee and plan. അതായത് മുൻകൂട്ടി കാണാനും പല കാര്യങ്ങളും മുൻകൂട്ടി കാണാനും ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നാലാമത് പറയുന്നത്, has the ability to produce ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. പുതിയതായിട്ടുള്ളത് അതുപോലെ തന്നെ ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് ഹാസ് ദ കപ്പാസിറ്റി ടു കോർഡിനേറ്റ്, ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ്. വിഭവങ്ങളെ കൃത്യമായിട്ട് ഏകോപിപ്പിക്കാനും സംഘടിപ്പിക്കാനും അത് വിതരണം ചെയ്യാനുമുള്ള ഒരു കഴിവ്. Then must be able to delegate work and make efficient use of his or her own time എന്ന് പറയുന്നത് എന്താണ്? Must be able to delegate work എന്ന് പറഞ്ഞാല് വർക്കുകൾ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാകുമ്പോൾ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അവരുടേതായ ജോലികള് അനുവദിച്ച് നൽകാനുള്ള ഒരു കഴിവ് വേണം. സ്പീഡ് കുറയ്ക്കണോ? കുറയ്ക്കാലോ. ഇപ്പൊ ഡെലിഗേറ്റ് വർക്ക് എന്ന് പറഞ്ഞാല് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നില്ലേ, അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജോലികള് അല്ലെങ്കിൽ അധികാരങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യുന്നു? അനുവദിച്ച് നൽകാനുള്ള ഒരു കഴിവ് വേണം. അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തം സമയം, അവരുടെ വർക്ക് ചെയ്യുന്ന സ്വന്തം സമയം വളരെ കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യും? ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് കൂടി വേണം. Then ability to persuade and develop people. ആളുകളെ, മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കഴിവ് വേണം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആളുകളിൽ നിന്ന് പല പല കാര്യങ്ങൾ, അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ, അവർക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുമ്പോൾ അവർ പുതിയ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? ചെയ്യാൻ ആരംഭിക്കും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഒരാൾക്ക് ഒരു കഴിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അവരതിനനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? പുതിയ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് പറയുന്നത്, ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നല്ലൊരു ആശയവിനിമയം നടത്തുന്ന ആള് കൂടി ആയിരിക്കണം. ഇത്രയും പറഞ്ഞത് ഒരു നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട സവിശേഷതകളാണ്. അതിൽ ഒന്നാമത് പറഞ്ഞത്, മസ്റ്റ് ഷോ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്. അതായത് അവർ ചെയ്യുന്ന ജോലിയിൽ അവർ നല്ല കഴിവ് പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. ഓക്കെ. രണ്ടാമത്തത്,
must be sensitive to organizations and staff problems and requirements. ആ സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെയോ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകള് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നൽകാനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത് has the capacity to foresee and plan. അതായത് പല കാര്യങ്ങളും മുൻകൂട്ടി കാണാനും അത് ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. have the ability to produce new and creative ideas. പുതിയതായിട്ടുള്ളതും ക്രിയാത്മകമായിട്ടുള്ളതുമായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. Then has the capacity to coordinate, organize and distribute resources. എന്താ? അവിടെ വിഭവങ്ങളെ കൃത്യമായിട്ട് ഏകീകരിക്കാനും അത് സംഘടിപ്പിക്കാനും വിതരണം ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. Then അതുപോലെ എന്താ? must be able to delegate work. നമ്മുടെ ഓരോ വർക്കുകള് ഈ ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ കൃത്യമായ ആളുകൾക്ക് അനുവദിച്ചു നൽകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വയം സമയം, നമ്മുടെ സ്വന്തം സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. Then ability to persuade and develop people എന്ന് പറഞ്ഞാല് ആളുകളെ പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ അവർ പല പല കാര്യങ്ങൾ ഡെവലപ്മെന്റ്സ് അവരിലൂടെ ചെയ്യിപ്പിക്കുക. Then it should be a good communicator. നല്ലൊരു ആശയവിനിമയം നടത്തുന്ന ആളും കൂടിയായിരിക്കണം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സ്. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യാം. സിക്സ്ത് ഒന്നുകൂടിയോ? must be able to delegate work അല്ലേ ചോദിച്ചേ. and make efficient use of his or her own time എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ ജോലികള് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ പല പല ആളുകൾക്ക് ജോലികൾ നമ്മളെ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെ ജോലികള് അവിടെയുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ചെയ്യേണ്ട വർക്കുകളൊക്കെ ഓരോരുത്തർക്ക് യോജിച്ച അനുയോജ്യമായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? അനുവദിച്ചു നൽകുക. അപ്പൊ ഇന്ന ആള് ഇന്ന ജോലി ചെയ്യണം, ഇന്ന ആള് ഇന്ന ജോലി ചെയ്യണം എന്ന് അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അനുവദിച്ച് നൽകുക. അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തം സമയം, ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ അവരുടെ സ്വന്തം സമയം അവർക്ക് നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനും കഴിയണം. ഓക്കെ, അവിടെ മറ്റുള്ളവർക്ക് അവിടെ ചെയ്തു കൊടുത്താൽ മാത്രം പോരാ, അവരുടെ സ്വന്തം സമയം അവർ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് അവർക്ക് കഴിവുണ്ടായിരിക്കണം. Second one, no, must be sensitive to organization and staff's problem and requirement എന്ന് പറഞ്ഞാല് ആ ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്കായിരിക്കാം എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈ പ്രോബ്ലംസും ഇവരുടെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ആവശ്യകതകളൊക്കെ മനസ്സിലാക്കി അതിനെതിരായിട്ട് ഒരു പ്രോബ്ലം വന്നാല് അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അല്ലെ? അപ്പൊ ആ പ്രോബ്ലം വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനനുയോജ്യമായിട്ടുള്ള രീതിയിൽ സൊല്യൂഷൻ കണ്ടെത്തി അതിനെതിരെ ഉടനെ പ്രതികരിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ. ഓക്കെ ആണോ? ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഭാഗം ചോദിക്കാറുള്ളതാണ്, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബില്ലിംഗ് ക്ലർക്ക്. അതൊന്ന് എഴുതി വെച്ചോട്ടോ. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ബില്ലിംഗ് ക്ലർക്ക് എന്ന് കൂടി അവരെ അറിയപ്പെടുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബില്ലിംഗ് ക്ലർക്ക്. എഴുതി വെച്ചോ?
പിന്നെ ബില്ലിംഗ് ക്ലർക്ക് എന്ന് ചോദിച്ചാലും ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അത് പിന്നീട് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, പഠിക്കുന്ന സമയത്ത് ബില്ലിംഗ് ക്ലർക്ക് എന്നുള്ള ടേം വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളിപ്പോ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല, അതുകൊണ്ടാണ് ആദ്യമേ തന്നെ എഴുതി വെച്ചോളാം. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ ബില്ലിംഗ് ക്ലർക്ക് എന്ന് കൂടി അറിയപ്പെടുന്നു. എന്താണ് ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? അപ്പൊ ഇതിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ, പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സസ്. എന്താണ് ഒരു ബില്ലും ഇൻവോയ്സും തമ്മിലുള്ള വ്യത്യാസം? ഈ ബില്ല് അല്ലെങ്കിൽ ഈ ബില്ല് നമുക്ക് പരിചയമുള്ളതായിരിക്കും അല്ലെ. ബില്ല് നമുക്ക് പരിചയമില്ലേ, നമ്മൾ മിക്ക കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ബില്ലുകൾ കിട്ടാറുണ്ട്. അപ്പൊ അത് നമുക്ക് എന്താണ് അതിനെ പറ്റി പ്രത്യേകമായിട്ട് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ എന്താ, ബില്ല് പോലെ തന്നെയാണ് അല്ലെ, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ലാണ് ഇൻവോയ്സുകൾ എന്ന് പറയുന്നത് അല്ലെ, ആണോ? ഈ ഒരു ബില്ല് അല്ലെങ്കിൽ ഈ ഒരു ഇൻവോയ്സ് ആരാർക്ക് നൽകുന്നതാണ്? ആരാർക്കാ നൽകുന്നത്? ആർക്കാ നൽകുന്നത്? വാങ്ങുന്നയാൾക്ക് വിൽപ്പനക്കാരൻ നൽകുന്ന ഒരു ബില്ലാണ്, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ് അല്ലെ. വാങ്ങുന്നയാൾക്ക് വിൽപ്പനക്കാരൻ നൽകുന്ന ഒരു ഡീറ്റെയിൽഡ് ബില്ല് അല്ലെങ്കിൽ ഒരു രേഖയാണ് ശരിക്കും ഇൻവോയ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഈ ബിൽസും ഇൻവോയ്സുകളും ഒക്കെ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ തയ്യാറാക്കേണ്ടത് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ്. ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ബില്ലുകളും ഇൻവോയ്സുകളും ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് തയ്യാറാക്കേണ്ടതായിട്ട് വരും. അതിൽ ഒരുപാട് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ള അപ്പൊ ചോദിക്കാറുണ്ട് കേട്ടോ, who centers on preparing bills and invoices? അല്ലെങ്കിൽ ആരാണ് ബിൽസ് ആൻഡ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ that centers on preparing bills and invoices എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ബില്ലും ഇൻവോയ്സുകളും കണ്ടത് തയ്യാറാക്കുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഓപ്ഷനിൽ ഉണ്ടാവുന്നത് ബില്ലിംഗ് ക്ലർക്ക് എന്നായിരിക്കും. രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് ബില്ലും ഇൻവോയ്സും പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ തയ്യാറാക്കുക മാത്രമല്ല ഇവരുടെ ഡ്യൂട്ടി, മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ലുക്കിംഗ് ഓവർ കോൺട്രാക്ട്സ് ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസസ് ആസ് റിക്വയർമെന്റ്സ്. എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ലുക്കിംഗ് ഓവർ കോൺട്രാക്ട്സ്, ഈ ഹോസ്പിറ്റലുകൾ പലതരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടാറുണ്ട് അല്ലെ, മറ്റാളുകളുമായിട്ട് കോൺട്രാക്ടേഴ്സുമായിട്ട്. അങ്ങനെയുള്ള കരാറുകളിൽ നല്ല രീതിയിൽ നോക്കി നടത്തുന്നു. ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസസ് ആസ് റിക്വയർമെന്റ്സ്, ആവശ്യമായി വരുന്ന രീതിയിൽ ഡേറ്റാബേസുകൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോ ബില്ലുകളും ഇൻവോയ്സുകളും തയ്യാറാക്കുന്നു, ഫിനാൻഷ്യൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു, അതുപോലെ കോൺട്രാക്റ്റുകൾ കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അതുപോലെ ആവശ്യാനുസരണം ഡേറ്റാബേസുകൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. Then the job also necessitates seeing to that all information is entered correctly and making financial report. ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ലെങ്കിൽ സാമ്പത്തിക റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം ഇവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടതായിട്ട് വരാം അല്ലെ. ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും വളരെ കൃത്യമായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടില് വ്യത്യാസം വരുമല്ലോ ഇല്ലേ. അപ്പൊ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും വളരെ കൃത്യമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അത് ഇവരുടെ ജോലിയിലെ ഒരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അവരൊരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അവിടെ എൻ്റർ ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും വളരെ കൃത്യമായിരിക്കും. അത് അവർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Then, while their role is often overlooked owing to its back-end nature, billing clerks provide valuable support to clinicians in that they support providers to get paid for services rendered. അതായത് ഇവിടെ പറയുന്നത് ഇപ്പൊ ഈ ഒരു ബില്ലിംഗ് ക്ലർക്കിനെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് സെക്ഷനിലുള്ള ആളുകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും അവരുടെ ഒരു ബാക്ക്-എൻഡ് നേച്ചർ ആണ് അല്ലെ. അവര് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ മുന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ബാക്ക്-എൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അല്ലെ. നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്ന ആളുകളാണോ ഈ ഒരു അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റു ക്ലർക്കുകൾ കാര്യങ്ങൾ അല്ല അല്ലെ.
നമ്മളെപ്പോഴും കാണുന്നത് ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും മറ്റു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളൊക്കെയാണ് അല്ലെ. എന്നാൽ പോലും ഇവരൊരു അതായത് ഇവര് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവരുടെ ജോലിക്കെങ്കിൽ പോലും ഇവർ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു ഫിസിഷ്യൻസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ ആയിക്കോട്ടെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്തുണ ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ജീവനക്കാര് നൽകുന്നുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് നമുക്കൊരു ബില്ല്. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ട്രീറ്റ്മെന്റ് എടുത്തു. ആ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ ആ ട്രീറ്റ്മെന്റ് നമുക്ക് അവർ തരാണ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് നമുക്ക് അവർ തരുമ്പോ വെറുതെ ആണോ ആ സർവീസ് തരുന്നത്? അല്ല, നമ്മൾ അതിന് പണം കൊടുക്കണം അല്ലെ. എന്ത് രൂപേണയാണ് നമ്മളിൽ നിന്ന് ആ പണം അവർ തിരിച്ചെടുക്കുന്നത്? എന്ത് രൂപേണയാണ്? നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കൊണ്ടു തരുമോ? ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് കഴിയുമ്പോ എന്താണ് കൊണ്ടുവരുന്നത് തരിക? ബില്ല് കൊണ്ടുവന്ന് തരാറുണ്ടോ? ഡിസ്ചാർജ് സമ്മറി തരാറുണ്ട്. ഈ പണം തിരിച്ചെടുക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ബില്ല് തരും അല്ലെ. അപ്പൊ ഈ ബില്ലിലൂടെയാണ് നമുക്കൊരു സർവീസ് അവർ തന്നിട്ടുണ്ടെങ്കിൽ ആ സർവീസിനുള്ള പണം അവർ തിരികെ ലഭിക്കുന്നത് അല്ലെങ്കിൽ തിരികെ വാങ്ങുന്നത് എന്തിലൂടെയാണ്? ഈ ബില്ലിലൂടെയാണ് അല്ലെ. ഈ ബില്ല് പ്രൊവൈഡ് ചെയ്യുന്ന ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പൊ അവർ നല്ലൊരു സപ്പോർട്ടല്ലേ ആ ഒരു സ്ഥാപനത്തിന് കൊടുക്കുന്നേ അല്ലെ. അപ്പൊ അവർ സ്ഥാപനം നൽകുന്ന ഏതൊരു സർവീസുകളുടെയും അതിന് വേണ്ടിയിട്ടുള്ള മുടക്കിയിട്ടുള്ള ഒരു പണം, അതായത് ആ ഒരു സർവീസ് കൊടുത്താൽ ആ സർവീസിന് വേണ്ടിയിട്ടുള്ള പണം തിരികെ ലഭിക്കുന്നത് ഈ ബില്ലുകളുടെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിന്റെയും വളരെ നല്ല രീതിയിലുള്ള ഒരു പിന്തുണയാണ് ഈ പറയുന്ന വിഭാഗങ്ങൾ നൽകുന്നത്. ക്ലിയർ ആണോ? ആ ഒരു പോയിന്റ് മനസ്സിലായോ? Okay, then they are expected to understand the claim submission and reimbursement protocol for both government and private insurers. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, ഇപ്പൊ ഗവൺമെന്റ് ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങൾക്കോ വേണ്ടി ഇപ്പൊ എന്തെങ്കിലും ഇൻഷുറൻസ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? അവർ ക്ലെയിം തരാറുണ്ടോ? ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാറില്ലേ? ക്ലെയിം ചെയ്ത് നമുക്ക് ആ ഒരു ചിലവാക്കിയ തുക തിരികെ, റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ചിലവാക്കിയ പണം തിരികെ ലഭിക്കുന്നതിന്, തിരികെ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള ക്ലെയിമുകൾ സബ്മിറ്റ് ചെയ്യാറുണ്ട്. എപ്പോഴും ഈ ക്ലെയിമുകൾ മിക്ക ഹോസ്പിറ്റൽ വലിയ ക്ലെയിമോ കാര്യങ്ങൾ ഇൻഷുറൻസ് കാര്യങ്ങളാണെങ്കിൽ ഡയറക്റ്റ് അവരുടെ അതിൽ നിന്ന് തന്നെ ആ പേയ്മെന്റ് കാര്യങ്ങൾ പോകും. അതേസമയം അത്ര വലിയ രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് അല്ല നമുക്കുള്ളതെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പണം തിരികെ കിട്ടാം? ആർക്കെങ്കിലും അങ്ങനെ നടക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടോ? ഈ പണം എങ്ങനെ തിരികെ കിട്ടും? ഹോസ്പിറ്റലിൽ ബില്ല് വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ പണം അടയ്ക്കണം. അതിനുശേഷം ആ പണം അടച്ച എല്ലാ ബില്ലുകളും സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു തുക തിരികെ ലഭിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാ. അപ്പൊ ഈ ഒരു ബില്ല് വഴി നമുക്ക് ഇങ്ങനെ ഒരു ക്ലെയിം സബ്മിഷൻ നടത്തണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിലവാക്കിയ പണം തിരികെ ലഭിക്കണമെങ്കിലും അത് ആരാണ് അതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്നത്? ഈ ബില്ല് തയ്യാറാക്കി ഈ ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് സഹായിക്കുന്നത്. മനസ്സിലായോ? Then check clerks also offer important insight into a hospital or clinic's compliance efforts and responsibility. ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് അവര് പാലിക്കേണ്ടതായിട്ടുള്ള കുറെ എഫേർട്ടുകളുണ്ട്, കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിനെ കുറിച്ചെല്ലാം ഒരു ഉൾക്കാഴ്ച ഈ ഒരു ക്ലർക്കിനും ഉണ്ടായിരിക്കും. ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറഞ്ഞാല് ബില്ലുകൾ തയ്യാറാക്കുന്നു, ഇൻവോയ്സുകൾ തയ്യാറാക്കുന്നു, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫിനാൻസ് മാനേജ് ചെയ്യുന്നു, അതുപോലെ കോൺട്രാക്ട് അല്ലെങ്കിൽ കരാറുകളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നു, അതുപോലെ ആവശ്യാനുസരണം ഡേറ്റാബേസുകൾ അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നു. അതുപോലെ ഇവരുടെ ഒരു ജോലിയുടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ എൻറ്റർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഒരു പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. എന്നാൽ പോലും ഇവര് പേഷ്യൻസിനെയും മറ്റ് സ്റ്റാഫുകളെയും ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിൽ നല്ലൊരു പിന്തുണ ഇവർ
നൽകുന്നുണ്ട്. അതിലൂടെ ആ ഹോസ്പിറ്റൽ നൽകുന്ന സേവനങ്ങൾക്ക് അല്ലെങ്കിൽ സർവീസുകൾക്കുള്ള പണം നമുക്ക് ബില്ലുകളിലൂടെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പേഷ്യൻസിനാണെങ്കിൽ അവർ ഈ പറയുന്ന മെഡിക്കൽ ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട ക്ലെയിം സബ്മിഷൻ, അതുപോലെ അവർ ചിലവാക്കിയ തുക തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ക്ലെയിം സബ്മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ബില്ലുകളിലൂടെ സഹായത്തോടുകൂടി അത് സബ്മിറ്റ് ചെയ്യാനും ആ ചിലവാക്കിയ തുക തിരികെ കിട്ടാനും സഹായകമാകുന്നുണ്ട്. അതുപോലെ എപ്പോഴും ഒരു ക്ലർക്കിനും എന്ത് വേണം, ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കോ അവർ പാലിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ്, എഫേർട്ടുകൾ മുതലായ കാര്യങ്ങളെ കുറിച്ചൊരു ഉൾക്കാഴ്ച ഈ ക്ലർക്കുകൾക്കും ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പോൾ അത് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ മിസ് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണേ. നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 6 ആണ് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ്സ്. ചാപ്റ്റർ 6 മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഏകദേശം നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു ടേം ആണ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഇത് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. മെഡിക്കൽ റെക്കോർഡുകൾ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യാം, എങ്ങനെ അത് അറേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടൈപ്സുകളുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമ്പറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ്. ഒരു മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്, അത് ഓരോന്നും എന്താണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കുറച്ചധികം നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. മെഡിക്കൽ റെക്കോർഡുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മെഡിക്കൽ റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം? എന്തൊക്കെ ഉണ്ടാവും? എന്താണ് റിപ്ലൈ ഇല്ലാതെ? ഒരു മെഡിക്കൽ റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടാം? എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടാം? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത്? പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് വരാം. പിന്നെ എന്താണ്, ആരാണ് അല്ലെ? ആ ഒരു മെഡിക്കൽ റെക്കോർഡ് നോക്കിയാൽ അത് ആരുടെ മെഡിക്കൽ റെക്കോർഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ഡയഗ്നോസിസ് റിപ്പോർട്ട്. പിന്നെ ആ ഒരു പേഷ്യന്റ് എന്തിന് ആ ഹോസ്പിറ്റലിലേക്ക് വന്നു അല്ലെ? അതുപോലെ ശരിയാണ്, അവരുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറുടെ നെയിം, ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് കൊടുത്തു, അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അവർക്ക് കൊടുത്തു, ശരിയാണ്, അവരുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് അല്ലെ? അപ്പൊ ആ ലാബ് റിപ്പോർട്ടുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഡിസ്ചാർജ് സമ്മതികള്, മെഡിസിൻസ് കൊടുക്കുന്നത് എല്ലാം ഉണ്ടാവും അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള പേഷ്യന്റുമായി ബന്ധപ്പെട്ട ബില്ല്, എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഹൂ, വാട്ട്, വൈ, where and when of patient care to the hospital. അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു മെഡിക്കൽ റെക്കോർഡ് എടുക്കുമ്പോൾ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ആരുടെയാണ് അല്ലെ? ആ വ്യക്തി എന്തിന് ആ ഹോസ്പിറ്റലിലേക്ക് വന്നു, എന്ത് പരിചരണത്തിന്, ഹോസ്പിറ്റലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. വെറുതെ ഒരാള് ഹോസ്പിറ്റലിൽ വന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുമോ? ഇല്ല. അപ്പൊ അവിടെ ഹോസ്പിറ്റലിലേക്ക് എന്തിനവർ വന്നു
അല്ലെ? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവർ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നത്? എവിടെ? ഇപ്പൊ അവരിപ്പോ ഇൻപേഷ്യന്റ് ആയിട്ടാണോ നിൽക്കുന്നത്, ഔട്ട് പേഷ്യന്റ് ആയിട്ടാണോ നിൽക്കുന്നത്, കാഷ്വാലിറ്റിയിലാണ്, അങ്ങനെ എവിടെയായിരുന്നു? അതുപോലെ എപ്പോഴാണ് ഏത് ദിവസമാണ്, എപ്പോഴാണ് അവർ ആ ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻ വേണ്ടിയിട്ട് വന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയത്? അതുപോലെ തന്നെ എന്തൊക്കെ പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ പരിചരണങ്ങളാണ് ആ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കിട്ടിയിരിക്കുന്നത്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ലീഗൽ റെക്കോർഡ്, ഒരു നിയമപരമായിട്ടുള്ളൊരു രേഖയാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതൊരു നിയമപരമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അത് നിയമപരമായിട്ടുള്ള ഒരു രേഖയാണെന്ന് പറയുന്നത്? ഈ ഒരു രേഖ നമുക്ക് എപ്പോ വേണമെങ്കിലും പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനായിട്ട് പറ്റും, അല്ലെ? ഇത് അവരുടെ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെവിടെയും നല്ല രീതിയിലുള്ള ആധികാരികതയുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഏതൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നാലും നിർബന്ധമായിട്ടും അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഇല്ലാതെ ഒരു കാരണവശാലും അവർക്ക് അവിടെ കെയറോ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല, അല്ലെ? നമ്മൾ ആദ്യം ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ അല്ലേ ചെയ്യുന്നത്, അല്ലെ? ഒരു ആദ്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്തിട്ടേ നമ്മൾ ബാക്കി എന്ത് കാര്യങ്ങളിലേക്കും അവർ വിടുള്ളൂ, അല്ലെ? അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? എന്താ ശരിക്കും ഒരു രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എപ്പോഴാണോ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴാണോ ആ ഹോസ്പിറ്റലിൽ ചെന്ന് അതെ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്കൊരു എന്ത് ചെയ്യും? ഒരു ID കാർഡ് ഒക്കെ തരില്ലേ അവര്? തരാറില്ലേ? ഒരു ഹോസ്പിറ്റലിലെ ID കാർഡ്. അതിനു വേണ്ടി നമുക്ക് കൃത്യമായിട്ടൊരു യൂണിറ്റ് നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അല്ലെ? പിന്നീട് നമ്മൾ ആ ഒരു നമ്പർ വെച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെ? ഒരു നമ്മുടെ പിന്നീട് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് വിളിക്കണമെങ്കിൽ നമ്മളോട് ആ ഒരു നമ്പർ അവർ ചോദിക്കുക, അല്ലെ? നമ്മുടെ നമ്പറും പേരും ചോദിക്കും, ഇല്ലേ? അപ്പൊ അത് വെച്ചാണ് പിന്നീട് നമ്മൾ എത്ര തവണ ആ ഒരു പരിചരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി അവിടെ പോയാലും ഇതേ റെക്കോർഡ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? അപ്പൊ ഇവിടെ മെഡിക്കൽ റെക്കോർഡുകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു നിയമപരമായിട്ടുള്ള രേഖയാണ്. ആ രേഖയിൽ ആരാണ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്, അല്ല അവർ മെഡിക്കൽ റെക്കോർഡ് നോക്കുമ്പോൾ അത് ആരുടെ മെഡിക്കൽ റെക്കോർഡാണ്? അവർ എന്തിനു ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു, എപ്പോഴാണ് അവർ വന്നത്, അല്ലെ? എവിടെയാണ് ഇപ്പൊ അവർ ഇൻപേഷ്യന്റ് ആയിട്ടാണോ, ഔട്ട് പേഷ്യന്റ് ആയിട്ടാണോ, കാഷ്വാലിറ്റിയിലാണോ വന്നത്, അല്ലെങ്കിൽ അവർ എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങൾ ട്രീറ്റ്മെന്റിനോ ലബോറട്ടറിയിൽ പോയിട്ടുണ്ടാവും, അവർ മറ്റെന്തെങ്കിലും എക്സ്റേയോ സ്കാനിങ്ങിനോ ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എവിടെയൊക്കെ അവർ സഞ്ചരിച്ചു, അല്ലെങ്കിൽ അവരുടെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടാവും, എന്തൊക്കെ കെയറുകൾ അവർക്ക് കൊടുത്തു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. So the medical records favors patient, consultant, hospital staff and hospital. ഈ പറയുന്ന ഒരു മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതും അവർക്ക് മാത്രം ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒന്നാണ്? അല്ല, കൺസൾട്ടന്റിന് ഉപയോഗിക്കാം, അല്ലെ? അവർ നോക്കുന്ന കൺസൾട്ടൻസിന് ഉപയോഗിക്കാം. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് അത് ഫേവറബിൾ ആണ്, ആ ഹോസ്പിറ്റലിന് ഫേവറബിൾ ആണ്, അതുപോലെ തന്നെ പേഷ്യൻസിനും ഫേവറബിൾ ആണ്. എന്തുകൊണ്ടാണ് പേഷ്യൻസിന് ഫേവറബിൾ ആണെന്ന് പറയുന്നത്? ആ പേഷ്യൻസ് ഇപ്പൊ വേറൊരു ഹോസ്പിറ്റലിൽ നമുക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മെഡിക്കൽ റെക്കോർഡുകളുടെ ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററീസ് തരാറുണ്ട്, ഹോസ്പിറ്റലുകാർ തരാറുണ്ടോ? ഇപ്പൊ ദൂരേക്ക് നമ്മള് എവിടേക്കെങ്കിലും ട്രീറ്റ്മെന്റ് നമ്മളൊരു ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു, നമുക്ക് വിദേശത്തേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് അവർ തരും. ഏതൊക്കെ ട്രീറ്റ്മെന്റിന് മുൻപ് നമുക്ക് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സർജറികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തില്ല. അപ്പൊ ഇത് എന്തിനു വേണ്ടിയ സഹായിക്കുന്ന ആ പേഷ്യന്റിനെ? ഏതൊരു ഹോസ്പിറ്റലും ഇവിടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട നോട്ട്സ് കണ്ടു കഴിഞ്ഞാല് പെട്ടെന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, അല്ലെ? അപ്പൊ പുതിയതായിട്ട് ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും അവിടുത്തെ ഡോക്ടറിന് ഇവരുടെ ഈ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ആ ഒരു റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാല് കൃത്യമായിട്ട് അവർ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു, അവരുടെ മുൻപുള്ള കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു, അതെ, ഇതൊക്കെ നമുക്ക് അറിയാനും പെട്ടെന്ന് അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് കിട്ടാനും സഹായിക്കും, അല്ലെ? അപ്പൊ ഇത് ആ പേഷ്യന്റിനെയും കൺസൾട്ടൻസിനെയും അവിടുത്തെ ഹോസ്പിറ്റൽ ജീവനക്കാർക്കും ആ ഹോസ്പിറ്റലിനും വളരെ ഫേവർ ചെയ്യുന്ന ഒന്നാണ് ഈ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ.
Then the legal aspects endorse requirements and principles related to making the medical record, including its content, using and restraining the record, maintaining it, obtaining it, and releasing information from. ഇനി ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഇതിനൊരു നിയമപരമായിട്ടുള്ള കുറച്ച് വശങ്ങളുണ്ട്. ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ലീഗൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു രേഖയായതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ച് നിയമപരമായിട്ടുള്ള വശങ്ങള് അതായത് ഇതിന്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യുന്ന തത്വങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിനൊരു നിയമപരമായ കുറച്ച് വശങ്ങളുണ്ട്. കാരണം ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് രൂപപ്പെടുത്തേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ അതിന്റെ ഉൾപ്പെടുന്ന, അതായത് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്മൾ കൃത്യമായിട്ട് രൂപപ്പെടുത്തുമ്പോൾ അതിനുള്ളിലുള്ള കണ്ടന്റ് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നതിന് കൃത്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ, ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡ പ്രകാരമായിരിക്കണം നമ്മൾ അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഒരു പേഷ്യന്റ് നമ്മൾ വേറൊരു ഒരാളുടെ മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ചോദിച്ചാൽ തരുമോ? തരില്ല അല്ലെ. അത് ഉപയോഗിക്കേണ്ട ആളുകള് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് അംഗീകരിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആൻഡ് റീസ്റ്റൈനിങ് ദ റെക്കോർഡ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ നിയന്ത്രണങ്ങൾ നമ്മളെ കീപ്പ് ചെയ്യേണ്ടി വരും. മെയിൻറ്റെയിനിങ് ഇറ്റ്, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നതിന് ഒരു നിയമപരമായ വശങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒബ്റ്റെയിനിങ് ഇറ്റ്, അത് നമുക്ക് ലഭ്യമാക്കണമെങ്കിലും ഇതേപോലെയുള്ള കുറച്ച് നിയമപരമായ വശങ്ങൾ. ഇപ്പൊ നമുക്കാണെങ്കിലും ഒരു മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള സമ്മതപത്രം അല്ലെങ്കിൽ കൺസേൺ കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് സമ്മതപത്രം നൽകിയാൽ മാത്രമേ അവർ തരുള്ളൂ. അതൊക്കെ ഒഫീഷ്യലായിട്ട് നിയമപരമായ വശങ്ങളുടെ ഉള്ളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റിലീസിംഗ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്, ഈ ഒരു മെഡിക്കൽ റെക്കോർഡ്, ഒരു വ്യക്തിയുടെ മെഡിക്കൽ റെക്കോർഡിലുള്ള ഇൻഫർമേഷൻസ് പബ്ലിഷ് ചെയ്യാനോ പുറത്തുവിടാനോ പാടുണ്ടോ? ആ ഇൻഫർമേഷൻസ് ഇല്ല അല്ലെ. അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ നിയമപരമായ വശങ്ങൾ ഈ ഒരു മെഡിക്കൽ റെക്കോർഡിനുണ്ട്. അല്ലാതെ മറ്റ് റെക്കോർഡുകളെ പോലെ നമുക്ക് തോന്നിയ പോലെയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾക്കോ ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല. Then the hospital puts together and keep medical records mainly for the benefit of the patient. Medical records are also kept as guide to consultant. ഇതിന് പറയുന്നതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലില് ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്മൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്താല് അത് ആർക്കൊക്കെ പ്രയോജനകരമായിരിക്കും? ഒരു പേഷ്യന്റിന് അത് നല്ല രീതിയിൽ പ്രയോജനകരമാണ് അല്ലെ. ആ ഒരു മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് പേഷ്യൻസിന് പ്രയോജനകരമാണ്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ റെക്കോർഡുകളിലൂടെ കൺസൾട്ടന്റിന് ഒരു ഗൈഡായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റില്ലേ? ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരു മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഉണ്ട്, നമുക്ക് ആ ഒരു കൺസൾട്ടന്റിന് എന്ത് ചെയ്യാം? അതൊരു ഗൈഡായിട്ട് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ അവരുടെ മുൻപുള്ള അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അവർക്ക് മുൻപുണ്ടായിരുന്ന അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ, അവരുടെ മെഡിസിൻസ് കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ് എല്ലാം മനസ്സിലാക്കാനും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റും. And for the medical records are also kept as for the medical statistics research and the security of the scrutiny security of the scrutiny of the physician, security of the physician, hospital staff and hospital against unfair criticism. അതായത് ഇപ്പൊ നിങ്ങൾ കേട്ടതാണോ, ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ചില ആളുകള് ഇപ്പൊ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കഴിഞ്ഞു പോയിട്ട് പിന്നീട് കേസുകൾ വരുന്നത് കേട്ടിട്ടില്ലേ? നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാത്തതിന്റെ അഭാവം മൂലം മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കേസുകൾ ഇപ്പൊ കുറെ ഇടയായിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു കേസ് വന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ക്രിറ്റിസിസം ഈ ഹോസ്പിറ്റലിനെതിരായിട്ട് വരാം, അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെതിരായിട്ട് വരാം, ആണോ? അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്കെതിരായിട്ട് വരാറില്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഇവിടേക്ക് അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ ഈ ഒരു ഹോസ്പിറ്റലിനെതിരെയോ അവിടുത്തെ ഫിസിഷ്യനെതിരെയോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്കെതിരെയോ ഒക്കെ വന്നു കഴിഞ്ഞാല് അവർക്ക് അതിനെതിരെ ഒരു സുരക്ഷിതത്വമായിട്ട് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഉപയോഗിക്കാം.
ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അവർക്ക് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് പ്രൂഫ് ആയിട്ട് കാണിക്കാം, ഞങ്ങൾ ഇന്ന ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവരുടെ കൺസേണും വാങ്ങി വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് അവരുടെ സമ്മതപത്രം വാങ്ങിയിട്ടല്ലേ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു സമ്മതത്തിൽ പറയുന്നുണ്ട് ഓൾറെഡി, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്തിട്ടാണ് നമ്മൾ ആ സമ്മതം വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും അത് ആരുടെ റിസ്കിലുള്ളത് തന്നെയാണ്, ആ പേഷ്യന്റിന്റെ റിസ്കിലുള്ളത് തന്നെ അല്ലെ. അപ്പൊ അത് ആ കൺസേൺ ഒപ്പിട്ട് കൊടുക്കുന്ന വ്യക്തിയുടെ കെയർ ഓഫിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രൂഫുകളൊക്കെ ഈ ഒരു മെഡിക്കൽ റെക്കോർഡിലുള്ളത് കൊണ്ട് ഇവരെ ആ ഒരു മെഡിക്കൽ റെക്കോർഡിൽ എന്ത് ചെയ്യും, സംരക്ഷിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു മെഡിക്കൽ പരമായിട്ടുള്ള റിസർച്ചുകൾ കാര്യങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് പല പല റിസർച്ചുകൾ എപ്പോഴും നടത്തുന്നത് എങ്ങനെയാണ്, ഹോസ്പിറ്റലിൽ ഒരു ഡിസീസുകളെ കുറിച്ച് അല്ലെങ്കിൽ പുതിയതായിട്ട് വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ കണ്ടീഷനുകളെ കുറിച്ചൊക്കെ ആയിരിക്കും ഗവേഷണങ്ങൾ നടത്തുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ മെഡിക്കൽ റെക്കോർഡുകൾ, പല ആളുകളുടെ മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ നടത്തുകയും വേണം. അതിനു വേണ്ടിയും നമുക്ക് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് സാധിക്കും. Then when the hospital lets in a patient, അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വന്നു, ആ ഒരു പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു അഡ്മിഷൻ എടുത്തു, അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു രജിസ്ട്രേഷൻ ചെയ്യാണ്. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇൻപേഷ്യന്റോ ഔട്ട് പേഷ്യന്റോ ആയിട്ട് നമ്മൾ അവിടെ ആ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇറ്റ് enters into an implied contract to provide services needed in the care and treatment of the patient. അതായത് ആ പേഷ്യന്റിന് എന്തൊക്കെ പരിചരണമാണോ വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണോ വേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ആ ഹോസ്പിറ്റലിൽ ഒരു സർവീസ് നൽകുമ്പോൾ ആ ഹോസ്പിറ്റലുമായിട്ടൊരു പരോക്ഷമായിട്ടുള്ള ഒരു കരാറിൽ അവര് ആരേർപ്പെടുന്നു, ഈ പേഷ്യന്റ് ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലും നമ്മളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ അവർ തരാം എന്നൊരു കരാറിലൂടെയാണ് നമ്മൾ അവിടെ പോകുന്നത്. എന്താണ്, പ്രത്യക്ഷത്തിലുള്ള ഒരു കരാറില്ല, പരോക്ഷമായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെടുന്നു. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ കെയർ ആണോ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണോ വേണ്ടത് അത് ആ ഹോസ്പിറ്റലുകൾ നമുക്ക് നൽകുകയും ചെയ്യും. Then this calls for keeping a chronological record of the care and treatment provided by the personnel. അപ്പൊ അവിടെ വരുന്ന ജീവനക്കാര്, അവിടെയുള്ള ജീവനക്കാരൊക്കെ എന്തൊക്കെ പരിചരണങ്ങളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ആ പേഷ്യൻസിന് കൊടുത്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള കാലക്രമത്തിനനുസരിച്ചുള്ള ഒരു രേഖകളാണ്, ഒരു റെക്കോർഡാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ സമയത്തും അവർക്ക് എന്തൊക്കെ പരിചരണങ്ങൾ കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു, അങ്ങനെ കൃത്യമായിട്ടൊരു കാലക്രമേണയുള്ള ഒരു രേഖയാണ് നമ്മളിവിടെ ഈ റെക്കോർഡിലൂടെ സൂക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഒരു മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ആദ്യ ഭാഗം. ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഫിഫ്ത്ത് ആൻഡ് സിക്സ്തോ പറയാലോ. ലാസ്റ്റ് രണ്ടെണ്ണം അല്ലേ ചോദിച്ചേ. ഫിഫ്തിൽ പറയുന്നത് ഹോസ്പിറ്റലില് ഇതുപോലെ നല്ലൊരു മെഡിക്കൽ റെക്കോർഡ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ നല്ല രീതിയിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പേഷ്യൻസിന് പ്രയോജനകരമാണ് അല്ലെ. പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആ മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അതൊരു ഗൈഡായിട്ട് ഉപയോഗിക്കാം. ഇവർക്ക് മുൻപുള്ള എല്ലാ ഹിസ്റ്ററിയും അതിലുള്ളത് കൊണ്ട് തന്നെ മുൻപ് ആദ്യം മുതലേ ഉള്ള എന്താണ് ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് നോക്കണ്ട. കാരണം ഇവർക്ക് ഇന്ന രോഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന ട്രീറ്റ്മെന്റുകൾ അവർ എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അവരുടെ ആ മെഡിക്കൽ റെക്കോർഡ് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ആ ഒരു കൺസൾട്ടന്റിന് പെട്ടെന്ന് ഈ ഒരു ഗൈഡ് പോലെ അല്ലെങ്കിൽ ഈ ഒരു ഗൈഡായിട്ട് ഇത് നോക്കി പെട്ടെന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മെഡിക്കൽ റെക്കോർഡുകൾ റിസർച്ചുകളുമായി ബന്ധപ്പെട്ട്
ഇപ്പൊ നമുക്കറിയാം റിസർച്ചുകളാകുമ്പോൾ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസുകളെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉയർന്നു വരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസിനെ കുറിച്ചോ അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് റിസർച്ചുകൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട ഡിസീസുകളിൽ ഏർപ്പെടുന്ന ആളുകളുടെയൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ പരിശോധനകളിൽ അല്ലെങ്കിൽ ഇതിന് എന്താണ് പഠനത്തിന് വിധേയമാക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഉപയോഗിക്കാം. അടുത്തെന്ന് പറയുന്നത് ഒരു ഫിസിഷ്യനെതിരെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കെതിരെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെതിരെ തന്നെ പല രീതിയിൽ അല്ലെ ചിലപ്പോൾ ശരിയായിട്ടുള്ള കാര്യമായിരിക്കില്ല, എന്നാൽ പോലും പല രീതിയിലുള്ള ക്രിറ്റിസിസംസ് വരാറുണ്ട് ഇല്ലേ, എതിർപ്പുകൾ അല്ലെങ്കിൽ വരാറുണ്ട് അവർക്കെതിരെ ഇല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും അല്ലെങ്കിൽ സെക്യൂർ ആക്കി നിർത്തും. കാരണം ഈ മെഡിക്കൽ റെക്കോർഡ് കാണിച്ചാൽ ഇതൊരു പ്രൂഫാണ് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്തൊക്കെ രീതിയിലുള്ള സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് സർജറിയാണ് ചെയ്തിരിക്കുന്നത്, അത് അവരുടെ കയ്യിൽ നിന്നുള്ള സമ്മതം വാങ്ങിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്രൂഫായിട്ട് ഇവർക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഫിഫ്ത് പോയിന്റ്. സിക്സ്ത് പോയിന്റിൽ പറയുന്നത് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വന്നു. ആ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിനെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലും ആ പേഷ്യന്റും തമ്മിൽ ഒരു പരോക്ഷമായ ഒരു കോൺട്രാക്ട്, ഒരു കരാറിൽ ഏർപ്പെടുന്നു. അതായത് ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ ആ ഹോസ്പിറ്റൽ അവരെ സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു കരാർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡയറക്റ്റ് ഒരു കരാറല്ല കേട്ടോ, പരോക്ഷമായിട്ട് നമ്മളൊരു വിധികാത്മകമായിട്ട് പറയുന്നതുള്ളൂ. പരോക്ഷമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. അവർക്ക് ആവശ്യമുള്ള പരിചരണങ്ങളും ട്രീറ്റ്മെന്റുകളും നമ്മൾ ഈ ഹോസ്പിറ്റലുകൾ നൽകാമെന്നൊരു കരാറാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഹോസ്പിറ്റൽ ഒരു പേഷ്യന്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാറുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഈ ട്രീറ്റ്മെന്റുകളും പരിചരണങ്ങളും എല്ലാം ഒരു കൃത്യമായ രീതിയിൽ ഒരു ക്രമാനുഗതമായിട്ട് അല്ലെങ്കിൽ ഒരു കാലക്രമത്തിനനുസരിച്ച് ഒരു രേഖകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവർക്ക് വരുന്ന സമയം മുതൽ ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലേക്ക് വന്ന സമയം മുതൽ അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഫോമുകൾ, അതുപോലെ അവിടെ എന്താണ് അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ഫോമുകൾ, അതുമായി ബന്ധപ്പെട്ട അവർ എന്തെങ്കിലും ഫിസിക്കൽ എക്സാമിനേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഓരോന്നും ഓരോ സമയത്തും അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന്റെ എല്ലാ രേഖകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റെക്കോർഡാണ് ഈ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫിഫ്ത് പോയിന്റും സിക്സ്ത് പോയിന്റും ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസസ്. മെഡിക്കൽ റെക്കോർഡുകളുടെ സർവീസുമായി ബന്ധപ്പെട്ട് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതാണ് അടുത്തത് പറയുന്നത്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ് ഒരു സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ആർ നോർമലി എ മെഷർ സെറ്റ് ബൈ, നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, ചോദിക്കാറുള്ളതാണ്. സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി എ മെഷർ set by an expert authority as the rule for measuring quantity or quality. ഇപ്പൊ എന്തും ആയിക്കോട്ടെ, ഏതൊരു കാര്യത്തിന്റെയും ഒരു ക്വാണ്ടിറ്റിയെ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട്, അളക്കാനായിട്ട് ഒരു വിദഗ്ധ അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ അല്ലെങ്കിൽ ഒരു അളവിനെയാണ് ശരിക്കും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നിങ്ങള് ക്വാളിറ്റി അഷ്വറൻസ് ആണ് ലാബ് പഠിച്ചോ, തുടങ്ങിയോ, സ്റ്റാർട്ട് ചെയ്തോ? അവിടെയൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല? ഓക്കെ. അവിടെയൊക്കെ നമ്മൾ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് കൂടുതലും പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു സർവീസ് നൽകും. അപ്പൊ ആ ഒരു സർവീസിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യാണ് ചെയ്യുക. ആ ഒരു മെഷർമെന്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ആയിരിക്കും, അത് എന്തുമായിക്കോട്ടെ, ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി, ഇതിന്റെ രണ്ടിനെയും നമ്മൾ മെഷർ ചെയ്യുന്നു അല്ലെങ്കിൽ അളക്കുന്നു. അത് എന്തുപയോഗിച്ചാണ് നമ്മൾ അത് അളക്കുന്നത്? ഒരു എക്സ്പേർട്ട് അതോറിറ്റി, ഒരു വിദഗ്ധ അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മെഷർ അല്ലെങ്കിൽ ഒരു കൂട്ടം അളവ് വെച്ചിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുക. അവര് പറയുന്ന ആ ഒരു വിദഗ്ധ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെഷർ വെച്ചിട്ട് ഈ പറയുന്ന സർവീസ് ക്വാളിറ്റി ഉള്ളതാണോ, ഈ പറയുന്ന പ്രൊഡക്റ്റ് നല്ല ക്വാണ്ടിറ്റിയിലുള്ളതാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യും.
ആ ഒരു മെഷറിനെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ സ്റ്റാൻഡേർഡ്സ് ഇപ്പൊ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് അവൈലബിൾ ഉണ്ട്. നമ്മുടെ നാബ്, അതുപോലെ JC, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ആ ഒരു സ്ഥാപനങ്ങള് ഓരോ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. ആ ഒരു സ്റ്റാൻഡേർഡ്സിന് താഴേക്ക് ഒരിക്കലും ഈ ഹോസ്പിറ്റലുകളുടെ സർവീസുകൾ പോവാൻ പാടില്ല. ഒരു മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു മിനിമം സെറ്റിന് മിനിമം എങ്കിലും അവർ കീപ്പ് ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ ആ ഓരോ സർവീസുകളുമായി ബന്ധപ്പെട്ട് ആ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡിൽ കുറയാൻ പാടില്ല. ആ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് അവർ പാലിച്ചിരിക്കണം. അതുപോലെ തന്നെ ആ സ്റ്റാൻഡേർഡിൽ മുകളിലേക്ക് പോയാലും എത്ര മുകളിലേക്ക് പോയാലും കുഴപ്പമില്ല, കാരണം അതിനനുസരിച്ച് ക്വാളിറ്റി കൂടുകയുള്ളൂ. പക്ഷെ അതിനനുസരിച്ച് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു ഫുഡ്, എന്തൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഫുഡ് ആണെങ്കിലും എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അതിനൊരു മാനദണ്ഡം വെക്കില്ലേ? ഇത്ര അളവിൽ കുറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര അളവിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു മാനദണ്ഡങ്ങൾ വെക്കില്ലേ? വെക്കോ? ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുമ്പോഴോ എന്തുണ്ടാക്കുമ്പോഴും അതിൽ ഇത്ര അളവിൽ കുറവേ അത് പാടാനുള്ളൂ, അല്ലെങ്കിൽ ഇത്ര അളവിൽ കൂടുതൽ പാടില്ല, അതൊരു മാനദണ്ഡം വെക്കില്ല, ഒരു സ്റ്റാൻഡേർഡ് വെക്കില്ല. അതന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊഡക്റ്റിന്റെ ആണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു സർവീസുകളുടെ ആണെങ്കിൽ ഒരു ക്വാളിറ്റി ആവാം. അത് നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടി വിദഗ്ധ അതോറിറ്റികൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെഷറിനെ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് മെഷറിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ചോദിക്കാനുള്ള ഭാഗമാണ്. മറ്റു ഭാഗങ്ങൾ ഒന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് അടുത്തത് കണ്ടിന്യൂ ചെയ്തെടുക്കാം. താങ്ക് യു.